സോ നമ്മൾ ബഡ്ജറ്റിംഗ് കൺസെപ്റ്റുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി പറയാനുള്ള ടോപ്പിക് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ആൻഡ് കൺട്രോളബിൾ കോസ്റ്റ് ആണ്. റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ആൻഡ് കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്, കൺട്രോൾ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. സോ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ബഡ്ജറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും കൃത്യമായ കൺട്രോളിംഗ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിൽ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി സെൻറ്റർ മാനേജേഴ്സിന് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളെ മാത്രമേ അവരുടെ ബഡ്ജറ്റിൽ അവർ റെസ്പോൺസിബിൾ ആയിരിക്കുള്ളൂ, അല്ലേ? അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഏതായിരിക്കും, അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചിലവുകളുടെ മേലിൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, ഉത്തരവാദിത്തം ഏറ്റെടുക്കുള്ളൂ. അത്തരം കോസ്റ്റുകളെയാണ് നമ്മൾ കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു മാനേജർക്ക് അയാളുടെ അതോറിറ്റി അല്ലെ അയാളുടെ പവർ അനുസരിച്ച് അയാൾക്ക് ഡിസിഷൻ എടുത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ചിലവാക്കാൻ പറ്റുന്ന കോസ്റ്റുകളെയാണ് കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. നോൺ കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് അത് ഒരു ഹയർ ലെവൽ ഓഫീസറോ മറ്റാരെങ്കിലും കൺട്രോൾ ചെയ്യുന്ന കോസ്റ്റുകളായിരിക്കും. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചിലവുകളെയാണ് നോൺ കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആ മാനേജറിൻ്റെ സാലറി ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിൻ്റെ എല്ലാ കോസ്റ്റുകളും മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മാനേജറിൻ്റെ സാലറി അതിൽ എന്ത് ചെയ്യണം. പക്ഷേ ഈ മാനേജറുടെ സാലറി ശരിക്കും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ഒരു ഹയർ ലെവൽ ഓഫീസറാണ് അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ആണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. സോ അത്തരം കോസ്റ്റുകളെയാണ് നോൺ കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി സെൻറ്റർ മാനേജറിൻ്റെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത കോസ്റ്റുകളെ നോൺ കൺട്രോളബിൾ കോസ്റ്റ് എന്നും, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൺട്രോളബിൾ ആയ കോസ്റ്റുകളെ കൺട്രോളബിൾ കോസ്റ്റ് എന്നും വിളിക്കുന്നു. ഇതുപോലെ നമ്മളൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം നോൺ കൺട്രോളബിൾ കോസ്റ്റുകളൊക്കെ എപ്പോഴും ഏതെങ്കിലും ഒരു ഹയർ ലെവൽ അല്ലെങ്കിൽ ഹൈ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ എന്തായിരിക്കും, കൺട്രോളബിൾ കോസ്റ്റുകൾ തന്നെ ആയിരിക്കും. ഇനി നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് പോലെ എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളും ഓവർഹെഡ് കോസ്റ്റുകളും നോൺ കൺട്രോളബിളും എല്ലാ വേരിയബിൾ കോസ്റ്റുകളും കൺട്രോളബിളും ആയിരിക്കണം എന്നില്ല. ഇതൊക്കെ കോസ്റ്റുകളുടെ നേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. ചിലപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റുകൾ എന്തായിരിക്കും, കൺട്രോളബിൾ ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ വേരിയബിൾ കോസ്റ്റുകൾ എന്തായിരിക്കാം, നോൺ കൺട്രോളബിൾ ആയിരിക്കാം. അതൊക്കെ കോസ്റ്റുകളുടെ നേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ട് ഇരിക്കും. പക്ഷേ നമ്മൾ ഓരോ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്തും ആ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൻ്റെ കീഴിലുള്ള കൺട്രോളബിൾ കോസ്റ്റ് ഏതൊക്കെയാണ്, നോൺ കൺട്രോളബിൾ കോസ്റ്റ് ഏതൊക്കെയാണെന്നുള്ള എന്ത് ചെയ്തിരിക്കണം, ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ബഡ്ജറ്റിംഗ് സെൻറ്ററിൽ അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്റർ കൃത്യമായിട്ട് എന്ത് കിട്ടും, കൺട്രോളിങ് കിട്ടിയിരിക്കും എന്നുള്ളതാണ്. കാരണം നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ എല്ലാ കോസ്റ്റുകളും ആരുടെയെങ്കിലൊക്കെ എന്ത് ചെയ്യും, കൺട്രോളിൽ ആയിരിക്കും. അങ്ങനെ ആരും റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു കോസ്റ്റ് കമ്പനിക്കകത്തുണ്ടെങ്കിൽ അത് കമ്പനിക്ക് വലിയ റിസ്ക് എന്ത് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ അറിയേണ്ടത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് യൂസ്ഡ് ഇൻ ബഡ്ജറ്റിനാണ്. ഓക്കെ, എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, എങ്ങനെയാണ് ബഡ്ജറ്റുകളിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ബഡ്ജറ്റഡ് കോസ്റ്റ്, പ്ലാൻഡ് കോസ്റ്റ് എന്നൊക്കെ നമ്മൾ എന്ത് പറയും, ഒരുപോലെ പറയുന്ന ടേമുകളാണ്, അല്ലേ? ഇൻ്റർചേഞ്ചബിൾ ടേമുകളാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ബഡ്ജറ്റ് കോസ്റ്റ് എന്ന് പറയാം, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയാം, പ്ലാൻഡ് കോസ്റ്റ് എന്ന് പറയാം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കോമൺലി ഉണ്ടാക്കി വെക്കുന്ന ഒരു കോസ്റ്റ് മെഷർമെൻ്റ് ആണ് എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഒരു കോസ്റ്റ് മെഷർമെൻറ്റ് സിസ്റ്റത്തെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇത് നമ്മളൊരു എസ്റ്റിമേറ്റ് ചെയ്യുന്ന മാനുഫാക്ചറിങ് കോസ്റ്റാണ്. മെറ്റീരിയൽ ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ, ഓവർഹെഡുകളായിക്കോട്ടെ, നമ്മൾ പ്രീ ഡിറ്റർമിനേറ്റ് ചെയ്യുകയോ എസ്റ്റിമേറ്റ് ചെയ്യുകയോ വെക്കുന്ന എമൗണ്ടുകളെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ യൂഷ്വലി സെറ്റ് ചെയ്യുന്നത് അനലിസ്റ്റുകളോ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസുകളോ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂഷ്വലി സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അത് ഓരോ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻസ് അനുസരിച്ച് അതിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റുകളിൽ എന്ത് വരും, മാറ്റം വരും എന്നുള്ളതാണ്. ഇനി ഇതിൽ നിങ്ങൾ ചില ടേണുകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നിങ്ങനെയാണ്. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇടുന്ന ഇൻപുട്ടുകളുടെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് പറയേണ്ടത്, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റോ മെറ്റീരിയൽ 3 എണ്ണം ഇടുമ്പോഴാണ് എനിക്ക് കൃത്യമായി ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ എൻ്റെ ഒരു ഔട്ട്പുട്ടിന് വേണ്ട സ്റ്റാൻഡേർഡ് ഇൻപുട്ടാണ് 3 യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് പ്രൈസ് എന്താണ്, ഞാൻ ഈ ഇൻപുട്ട് ഇടുന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ടിന് ഞാൻ ഓരോ ഇൻപുട്ടിനും കൊടുക്കുന്ന തുക എന്താണോ അതിനെയാണ് ഞാൻ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ 3 റോ മെറ്റീരിയൽ ഇടുമ്പോഴാണ് എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ 3 റോ മെറ്റീരിയൽ, ഓരോ റോ മെറ്റീരിയലിനും 2 രൂപ വെച്ച് ഇടുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ്. സോ 2 രൂപയുടെ 3 സാധനങ്ങൾ ഒന്നിച്ചിടുമ്പോഴാണ് എനിക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ
ആ ഇടുന്ന 3 യൂണിറ്റുകളെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എന്നും ഇടുന്ന യൂണിറ്റുകളുടെ ഒന്നിൻ്റെ വില 2 രൂപയാണെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ് പ്രൈസ് എന്നും നമ്മൾ പറയും. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണ്? നമുക്ക് ഈ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന മെറ്റീരിയലിന് നമ്മൾ വെക്കുന്ന കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഔട്ട്പുട്ടിന് വരുന്ന ഒരു കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി മെറ്റീരിയലിന് വരുന്ന പെർ യൂണിറ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് ചെയ്യേണ്ടത്. ലേബറിന് വരുന്ന സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പ്രൈസ് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് അല്ലേ? ഇത്ര ഹവറിന് ഇത്ര റേറ്റ് വെച്ചിട്ട് എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ലേബറിന് കൊടുക്കേണ്ട സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാവും. മെറ്റീരിയലിന് കൊടുക്കേണ്ട സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെയാണ് മനസ്സിലാവുക? ഇത്ര ക്വാണ്ടിറ്റിക്ക് ഇത്ര പ്രൈസ് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു മെറ്റീരിയലിന് കൊടുക്കേണ്ട കോസ്റ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് സ്റ്റാൻഡേർഡുകൾ എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വേരിയൻസ് റിപ്പോർട്ടുകളിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ചെയ്യാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ ആക്ച്വൽ റിപ്പോർട്ട്, നമ്മുടെ ആക്ച്വലായിട്ട് വരുന്ന കോസ്റ്റുകളും നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളും കൂടി കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? വേരിയൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് സ്റ്റാറ്റിക് ബഡ്ജറ്റ് ഉണ്ട്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ഉണ്ട്. തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്റ്റാറ്റിക് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ലെവൽ ഓഫ് ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റുകളെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്ന ബഡ്ജറ്റിംഗ് ആണ് ഇത് സ്റ്റാറ്റിക് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ 1,00,000 യൂണിറ്റ് ആണ് അടുത്ത വർഷം പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ 1,00,000 എന്ന യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് കണ്ടുവച്ചിരിക്കുന്ന ബഡ്ജറ്റിങ്ങിനെയാണ് സ്റ്റാറ്റിക് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്നാൽ എനിക്ക് ആക്ച്വലി 1,20,000 പ്രൊഡക്ഷൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ 1,20,000 രൂപയുടെ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഒറിജിനൽ ആക്ടിവിറ്റി, അതായത് ആക്ച്വൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി കിട്ടിയതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ കൊണ്ടൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്താൽ വരുന്നതാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ 1,20,000 എന്ന ആക്ച്വൽ ഔട്ട്പുട്ടിനെ ഇൻറ്റു നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ കൊണ്ട് ഇൻറ്റു മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഇൻറ്റു ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ബഡ്ജറ്റിനെയാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ സ്റ്റാറ്റിക്കും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൽ ഈ വോളിയത്തിൽ എന്ത് വരുന്ന ഒരു ഡിഫറൻസ് കാണാം. കാരണം എന്താണ്? 1,00,000 ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബഡ്ജറ്റ് നമുക്ക് ആക്ച്വലി വന്നിരിക്കുന്ന 1,20,000 യൂണിറ്റിന് വന്നിരിക്കുന്ന ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല ഡിഫറൻസുകൾ എന്തായിട്ട് വരും? അഡീഷണൽ ആയിട്ട് വരും. സമയം നമ്മൾ 1,00,000 ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബഡ്ജറ്റാണ് 1,20,000 ആക്ച്വലായിട്ട് വന്നിരിക്കുന്നത് കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ശരിക്കും റിയൽ ആയിട്ടുള്ള ബാക്കി മറ്റ് വേരിയൻസുകൾ അല്ലെ, ഈ വോളിയം വേരിയൻസ് വെച്ച് മറ്റ് വേരിയൻസുകൾ നമുക്ക് എന്താക്കാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ സെറ്റ് ചെയ്യുന്നത്? പല മെത്തേഡുകളിലൂടെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത് അല്ലേ? ഏതൊക്കെ മെത്തേഡുകളാണ്? നമുക്കൊരു 5ഓളം മെത്തേഡുകൾ ഇവിടെ പഠിക്കാനുണ്ട്. 1 ആക്ടിവിറ്റി അനാലിസിസ്, 2 ഹിസ്റ്റോറിക്കൽ ഡാറ്റ, 3 ടാർഗറ്റ് കോസ്റ്റിംഗ്, 4 സ്ട്രാറ്റജിക് ഡിസിഷൻസ്, 5 ബെഞ്ച് മാർക്കിംഗ്. ഇനി നമുക്ക് ഓരോ മെത്തേഡുകളും എന്താണ് അതിൽ വരുന്ന കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം. സോ ഫസ്റ്റ് ആക്ടിവിറ്റി അനാലിസിസ്. ആക്ടിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിൽ ഇൻവോൾവ് ആയിരിക്കുന്ന, നമ്മുടെ കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല ആക്ടിവിറ്റികളുടെയും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് അത്യാവശ്യമുള്ള ഇൻപുട്ടുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ജോലികളാണ്, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നടക്കേണ്ടതെന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ അതുവഴി സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുക. സോ അത്തരം രീതിയിൽ നമ്മൾ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്നതാണ് ആക്ടിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി അനാലിസിസ് ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കുക. ഇത് പെർഫോം ചെയ്യുന്നത് പല ഫീൽഡിൽ നിന്നുള്ള ആളുകളായിരിക്കും അല്ലേ? പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സ് ഉണ്ടാകും, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാകും, മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ഉണ്ടാകും, പ്രൊഡക്ഷൻ വർക്കേഴ്സ് ഉണ്ടാകും. പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സാണ് എന്ത് ചെയ്യുന്നത്? എന്തൊക്കെ കോമ്പൗണ്ടുകളാണ് നമുക്ക് ഈ പ്രൊഡക്ഷനിൽ ആവശ്യമുള്ളത് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സാണ് എന്ത് പറയുന്നത്? ഇത് കൃത്യമായി എത്ര രീതികളിലാണ് കടന്നു പോകേണ്ടത് എന്ന കാര്യങ്ങൾ നമുക്ക് തരുന്നത്. പ്രൊഡക്ഷൻ വർക്കേഴ്സുമായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണ് ഇതിന് കൃത്യമായ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത്. അതുവഴി മാനേജ്മെൻറ്റ് അക്കൗണ്ടുകളാണ് എന്ത് ചെയ്യുന്നത്? ഇത് അനലൈസ് ചെയ്ത് അതിനുവേണ്ടി കോസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത്. ആക്ടിവിറ്റി അനാലിസിസ് എന്തൊക്കെ സ്പെസിഫൈ ചെയ്യും?
ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, അല്ലേ, മെറ്റീരിയൽ എത്ര ക്വാണ്ടിറ്റി വേണം, എത്ര ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം എന്നുള്ളത്. ഇനി റെക്കോർഡ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസസ്, ലേബേഴ്സിന് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്, അവർക്കുണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസുകൾ ഏതൊക്കെ ഫീൽഡുകളിലാണ് എന്നുള്ളത്. അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ് ടു ബി യൂസ്ഡ്, നമ്മൾ ഉപയോഗിക്കേണ്ട, പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കേണ്ട എക്യുപ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ഏതിൽ നിന്ന് കിട്ടും, ആക്ടിവിറ്റി അനാലിസിസിൽ നിന്ന് കിട്ടും. മാനേജ്മെൻറ്റ് അക്കൗണ്ടുകളാണ് ഈ കോസ്റ്റുകളെല്ലാം, ഡയറക്റ്റ് ലേബർ ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, ഓവർ ഹെഡുകളായിക്കോട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റുകളാണ്. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറയുന്നതാണ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് ആക്ടിവിറ്റി അനാലിസിസ് നടത്താൻ ഹൈ കോസ്റ്റും നല്ല ടൈമും എടുക്കും. ഇതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. നമ്മുടെ കമ്പനിയുടെ സിമിലർ പ്രൊഡക്റ്റ് ഉള്ള പ്രീവിയർ പീരിയഡിലെ മാനുഫാക്ചറിങ് ടേമുകൾ ഉണ്ടെങ്കിൽ, അല്ലേ, നമ്മുടെ കമ്പനിയിൽ തന്നെ സിമിലിയർ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ നടന്നിട്ടുള്ള പീരിയർ പീരിയഡ്സിൽ മുന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഡാറ്റ അത്ര കൃത്യത ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പക്ഷേ ഇത് വളരെ ലെസ് എക്സ്പെൻസീവ് ആണ്, അല്ലേ, വളരെ എക്സ്പെൻസീവ് കുറവുള്ളതും വളരെ ടൈം കൺസ്യൂമിങ് വളരെ കുറവുള്ളതുമായ ഒരു പ്രോഗ്രാമിംഗ് ആണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് കൃത്യമായിരിക്കില്ല എന്ന് പറയുന്നത്? നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന എന്തെങ്കിലും വീഴ്ചകൾ, അല്ലേ, എന്തെങ്കിലും ഇൻഎഫിഷ്യൻസീസ് ഒക്കെ എന്തുണ്ടാകും, ഇതിൽ അഫക്റ്റ് ആയിട്ടുണ്ടാകും. സോ നമ്മൾ ആ ഡാറ്റാസ് എടുത്ത് വീണ്ടും ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ പോരായ്മകൾ എന്ത് ചെയ്യാം, ഇവിടെയും വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്താണ് എന്നുള്ളതാണ്. ഇത് നമ്മുടെ കമ്പനി ആദ്യം ചെയ്യുന്നത് നമുക്ക് വിൽക്കേണ്ട പ്രൈസ് ആദ്യമേ എന്ത് ചെയ്യുന്നതാണ്, ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ. നമ്മൾ ഇത്ര രൂപക്ക് വിൽക്കണം എന്ന് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഇത്ര രൂപക്ക് വിൽക്കണമെങ്കിൽ നമുക്കതിൽ നിന്ന് എത്ര രൂപക്ക് സാധനം ഉണ്ടാക്കണം എന്നത് നമ്മൾ ആദ്യമേ കണ്ടിരിക്കണം, വേണ്ടേ? നമ്മൾ ഒരു 10 രൂപക്ക് ഒരു സാധനം വിൽക്കണം എന്ന് പറഞ്ഞാൽ അതിൽ 3 രൂപ നമ്മുടെ ലാഭമാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാധനം ഉണ്ടാക്കേണ്ടത് എത്ര രൂപക്കുള്ളിലാണ്? 7 രൂപയുടെ ഉള്ളിലായിരിക്കണം. സോ ഇങ്ങനെ 7 രൂപയുടെ ഉള്ളിലൊരു സാധനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കോസ്റ്റ് അപ്പോൾ തന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ആ പ്രൊഡക്റ്റ് 7 രൂപ എന്ന് പറയുന്ന കോസ്റ്റിൽ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്ത് വന്നിരിക്കണം എന്നുള്ളത്. സോ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുകയാണ് 7 രൂപ പെർ യൂണിറ്റ് എന്ന രീതിയിൽ. ഇതാണ് ടാർഗറ്റ് കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന നാലാമത്തെ മെത്തേഡ്. നമ്മുടെ കമ്പനിയുടെ ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ അത് എഫക്റ്റ് ചെയ്യും. സോ നമ്മൾ കൈസാൻ പോലെയുള്ള കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, അല്ലെ, കമ്പനി തുടർച്ചയായി വളർന്നുകൊണ്ടിരിക്കണമെന്ന ഒരു കൈസാൻ ഇംപ്രൂവ്മെൻറ്റ് സിസ്റ്റമൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനടിസ്ഥാനത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യാൻ. കാരണം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ലെവലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റുകളിൽ ഫേസ് ചെയ്യേണ്ടി വരിക, അല്ലേ. കമ്പനി വളർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പല രീതിയിലുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻസും എടുക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം സെറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ മെത്തേഡ് എന്താണ്? ബെഞ്ച് മാർക്കിംഗ് മെത്തേഡാണ്. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമ്മൾ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഇൻഫോർമേഷൻ, അല്ലേ, നമ്മുടെ ഫീൽഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത്, ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. സോ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യുന്ന ഡിവിഷൻ്റെ ആകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫേമിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിൻ്റെ ഇൻഡസ്ട്രിയൽ ഇൻഫോർമേഷനും ആകാം. ഇങ്ങനെയുള്ള ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഡിവിഷൻ്റെയോ ഫേമിൻ്റെയോ ഇൻഫോർമേഷൻസിനെ നമ്മുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത്, ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ അതേ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ആയിരിക്കണമെന്നോ അതേ കൺട്രിയിൽ നിന്ന് തന്നെ ആയിരിക്കണമോ എന്നൊന്നുമില്ല. നമ്മുടെ അതേ പ്രൊഡക്ഷൻ രീതികളോ അല്ലെങ്കിൽ നമ്മുടെ അതേ അസോസിയേഷൻ ഓഫ് മാനുഫാക്ചേഴ്സ് ഉള്ള കമ്പനികളിൽ നിന്നോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബെഞ്ച് മാർക്കിംഗ് സെറ്റ് ചെയ്യുന്നത്. ഇത് ബെസ്റ്റ് പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ ഒരു അറ്റൈനബിൾ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫിക്സ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെ 5 മെത്തേഡുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്യാറ് ഉള്ളത്. ഇനി ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആരാണ് സെറ്റ് ചെയ്യേണ്ടത്? ആരാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ സെറ്റ് ചെയ്യേണ്ടത്? ആരാണോ ബഡ്ജറ്റിങ്ങുമായി വളരെ അടുപ്പമുള്ളവർ അവരാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. ആരൊക്കെയായിരിക്കും അത്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റുകൾ ഉണ്ടാകാം, അസംബ്ലി ലൈനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സുകൾ ഉണ്ടാകാം, ചില ലെവലിലുള്ള എന്ത് ചെയ്യുക റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് മാനേജേഴ്സ് ഉണ്ടാകാം, അല്ലേ, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിട്ടുള്ള ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കാം ഇത് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇത് സെറ്റ് ചെയ്യുന്നത് 2 രീതികളിലായിരിക്കാം.
അതോറിറ്റേറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് ആയിരിക്കാം. അങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. ഈ വാക്കുകൾ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാകും. നമ്മൾ 3 ബഡ്ജറ്റിംഗ് ലെവലുകൾ പറഞ്ഞിരുന്നു: അതോറിറ്റേറ്റീവ്, പാർട്ടിസിപ്പേറ്റീവ്, കോമ്പറ്റേറ്റീവ് എന്ന രീതിയിലുള്ള. സോ നമ്മൾ ഇവിടെ പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുന്നത് 2 രീതികളിലാണ്. അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് സെറ്റിംഗും ഉണ്ട്, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റാൻഡേർഡ് സെറ്റിംഗും ഉണ്ട്. സോ അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ എംപ്ലോയീസ് സൂപ്പർവൈസറിൻ്റെ കയ്യിൽ നിന്നൊക്കെ ചില രീതികളിൽ അവരുടെ കയ്യിൽ ഇൻഫോർമേഷൻസ് എടുക്കുമെങ്കിലും ഇത് സെറ്റ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ആരുടെ നിയന്ത്രണത്തിലാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ ആയിരിക്കും എന്നുള്ളതാണ്. അതേപോലെ പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് എല്ലാവരുമായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുമായി അവരുടെ മാനേജ്മെൻറ്റിൻ്റെയും പ്രൊഡക്ഷൻ ഡിസൈനിൻ്റെയും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സിൻ്റെയും മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ്, സൂപ്പർവൈസേഴ്സ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പേഴ്സൺ ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയീസ് എന്നിങ്ങനെ ഇതുമായി എഫക്റ്റ് ചെയ്യുന്ന എല്ലാവരെയും കണക്കിലെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ടിസിപ്പേറ്റീവ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിനൊക്കെ എന്തുണ്ട്? ലിമിറ്റേഷൻസും ഉണ്ട്, ബെനിഫിറ്റുകളുണ്ട്. ഏറ്റവും പ്രധാനമുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? നമ്മൾ എല്ലാ ഫാക്ടേഴ്സും എന്ത് ചെയ്തിട്ടുണ്ടാകും? കൺസിഡർ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? കൺസിഡർ ചെയ്തിട്ടുണ്ടാകും. രണ്ടാമത്, മാനേജ്മെൻറ്റ് പ്രതീക്ഷിച്ച രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആരാണ് അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. സോ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അവർക്കിത് കൃത്യമായി നല്ല വൃത്തിയോട് കൂടി ഹാൻഡിൽ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്? അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ, ഇത് ആര് അക്സെപ്റ്റ് ചെയ്യില്ല? എംപ്ലോയീസ് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവർ സെറ്റ് ചെയ്തതാണോ? അല്ല. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവരുടെ മോട്ടിവേഷൻ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി പാർട്ടിസിപ്പേറ്റീവിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉള്ളത് അവർക്ക് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് വരാനും അവർക്ക് കൂടുതൽ മോട്ടിവേഷൻ വരാനും എന്തുണ്ട്? നല്ല സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് കമ്പനിയുടെ ഓവറോൾ ഗോൾ അച്ചീവ് ചെയ്യാൻ ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല? സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, കമ്പനി 100 രൂപയാണ് ഈ ഒരു വർഷം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത സമയത്ത് എല്ലാവരുടെയും കൺസിഡറേഷൻ അനുസരിച്ച് 80,000 സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഓവറോൾ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ എല്ലാവർക്കും എന്തുണ്ട്? സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഉള്ളത് എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും കോസ്റ്റുകൾ കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഓവർ ഹെഡുകൾ എങ്ങനെയാണ് കൃത്യമായി വെക്കുന്നത്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പറയാൻ ഉള്ളത്. സോ ഞാൻ ആദ്യം പറയുന്നത് മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ എസ്റ്റിമേറ്റിംഗ് ലേബർ മെറ്റീരിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അല്ലേ, മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്: ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്രൈസ് എന്നിങ്ങനെ. സോ നമ്മൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നോക്കണം. എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് അതിന് വേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എത്രയാണ് നമുക്ക് മാക്സിമം കൊടുക്കാവുന്ന പ്രൈസ് എന്ന് നമ്മൾ നോക്കണം. സോ നമ്മൾ ക്വാളിറ്റി നോക്കുന്ന സമയത്ത് അത് പ്രൊഡക്ഷനുമായി ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യണം അല്ലേ. എത്ര ക്വാണ്ടിറ്റി വേണം, എത്ര സമയം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കണം, ആരൊക്കെയാണ് ഇതിൻ്റെ സൂപ്പർവൈസേഷൻ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ക്വാണ്ടിറ്റി നോക്കുന്ന സമയത്തോ നമ്മൾ എന്ത് ചെയ്യണം? അത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ പറയും നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി എന്ത് വേണം, സാധനങ്ങൾ വേണം എന്നുള്ളതാണ്. ആ സാധനങ്ങൾ ക്വാണ്ടിറ്റി നോക്കുന്ന സമയത്ത് അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, അത് എന്തൊക്കെ കോസ്റ്റ് ഡ്രൈവുകൾ കാരണമാണ് ഇതിങ്ങനെ കാരണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതുപോലെ ഏതൊക്കെ തരം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ്. കാരണം നമ്മൾ ലോ ക്വാളിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ നല്ലൊരു ക്വാളിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും. സോ ക്വാണ്ടിറ്റി നോക്കുന്ന സമയത്ത് ക്വാളിറ്റിക്ക് എന്തുണ്ട്? പ്രാതിനിധ്യം ഉണ്ട്. ക്വാളിറ്റി നോക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റിക്കും എന്തുണ്ട്? പ്രാതിനിധ്യം ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എന്തുകൂടെ ചേഞ്ച് ചെയ്യണം? അതിൻ്റെ പ്രൈസ് കൂടെ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളൊരു സാധനത്തിൻ്റെ വില നോക്കുന്ന സമയത്ത് അത് ക്വാളിറ്റി ഉണ്ടോ ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കും അല്ലേ. നമ്മൾ 10 രൂപ കൊടുത്തൊരു സാധനം വാങ്ങിക്കുമ്പോൾ അത് 10 രൂപക്കുള്ള സാധനമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. നമ്മൾ ഉദ്ദേശിച്ചത്ര സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കും അല്ലേ. നമ്മൾ 2 സാധനമാണ് ഉദ്ദേശിച്ചത് 10 രൂപയ്ക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കടയിൽ 10 രൂപയ്ക്ക് 2 സാധനം തരുന്നുണ്ടോ, ഈ തരുന്ന 2 സാധനത്തിനും ആ 10 രൂപ കൊടുത്തതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളൂടെ നമ്മൾ ചെക്ക് ചെയ്യും. സോ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ലേബർ ഹവേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ ടൈപ്പ് ഓഫ് വർക്ക് നോക്കണം. ഏത് തരം വർക്കാണ് അവർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കണം. നേച്ചർ ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ് നോക്കണം. എന്തൊക്കെ പ്രോസസ്സിൻ്റെ നേച്ചേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം.
ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ് നോക്കണം അല്ലേ, എക്യുപ്മെൻറ്റ്സ് ഏത് രീതിയിലുള്ളതാണ് എന്ന് നമ്മൾ നോക്കണം. അതുപോലെ റിക്വേർഡ് സ്കിൽ ലെവൽ എത്രയാണ് എന്നുള്ളത് അല്ലേ, ഒരു എംപ്ലോയിക്ക് വേണ്ട സ്കില്ല് ലെവൽ എത്രയാണ് എന്നുള്ളത് അല്ലേ. തീരെ സ്കില്ലില്ലാത്ത എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ പോലുള്ളതിന് യൂസ് ചെയ്യാറുണ്ട്. ഒരു മീഡിയം സ്കില്ലുള്ള ലേബേഴ്സിന് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവർ ഒരേ സ്പേസിൽ നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നല്ല സ്കില്ലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇതുപോലെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഡിസൈനിങ്, അത്തരം ഫീൽഡുകളിലേക്കൊക്കെ എന്ത് ചെയ്യാൻ നിർത്താറുണ്ട്. സോ നമ്മളൊരു ലേബർ ഹവർ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് തരം സ്കില്ലുള്ള ലേബേഴ്സാണ് വേണ്ടത്, ഏത് തരം എക്യുപ്മെൻ്റ് ആണ് അവർ ഉപയോഗിക്കുന്നത്, ഏത് തരം നേച്ചറാണ് അവർ കൺസിഡർ ചെയ്യുന്നത്, ഏത് തരം വർക്കാണ് അവർക്കുള്ളത് എന്നിങ്ങനെയുള്ള 4 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി നോക്കണം. സോ എത്രത്തോളം ലേബേഴ്സ് വേണമെന്നുള്ളതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് എന്താണെന്നുള്ളത്, അവരുടെ വേജ് റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് അത് സാധാരണ HR ഡിപ്പാർട്ട്മെൻറ്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റാണ് സാധാരണ അവരുടെ വേജ് റേറ്റ് എന്ത് ചെയ്യാറുള്ളത്, ഫിക്സ് ചെയ്യാറുള്ളത്. അത് ടൈപ്പ് ഓഫ് എംപ്ലോയീസിൻ്റെയും അവരുടെ സ്കിൽ ലെവലും ഒക്കെ നോക്കിയിട്ടാണ് അവരുടെ എന്ത് ചെയ്യാറുള്ളത്, വേജ് ലെവൽ ഫിക്സ് ചെയ്യാറുള്ളത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, അവരുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഹവർലി എത്ര വേജ് കൊടുക്കണം എന്ന് നോക്കുന്ന സമയത്ത് എന്തൊക്കെ കൺസിഡർ ചെയ്യണം, അവരുടെ ഹവർലി വേജ് നോക്കണം, അവർക്ക് കൊടുക്കേണ്ട എംപ്ലോയീസ് ബെനിഫിറ്റിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതൊക്കെ ചെയ്യാൻ. ഇനി നമ്മുടെ മാനുഫാക്ചറിങ് ഓവർ ഹെഡുകളുടെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓവർ ഹെഡുകൾ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ്. എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ? പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ല എങ്കിൽ പ്രൊഡക്ഷന് വേണ്ടി നടക്കുന്ന കോസ്റ്റുകളെയാണ്. ഇപ്പോൾ നമ്മളൊരു മാനുഫാക്ചറിങ് ഫേം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻസിൻ്റെ റിപ്പയറിങ് അടിസ്ഥാനപരമായി നല്ലൊരു കാര്യമാണ്, എങ്കിലേ നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. മെഷീൻ കൃത്യമായ സമയങ്ങളിൽ സർവീസ് ചെയ്ത് കൊടുത്താലേ നമ്മുടെ പ്രൊഡക്ഷൻ വൃത്തിയായിട്ട് നടക്കുകയുള്ളൂ. പക്ഷേ ഈ സർവീസിങ് നമ്മുടെ പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ മെഷീൻ സർവീസ് ചെയ്താലേ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി നടക്കുകയുള്ളൂ. സോ ഇത്തരം കോസ്റ്റുകൾ പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമില്ല എങ്കിൽ പ്രൊഡക്ഷന് വേണ്ടി നടക്കുന്ന കോസ്റ്റുകളെയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്, ഇൻഡയറക്റ്റ് ലേബർ ആയിട്ട് വരുന്നത്, ഇൻഡയറക്റ്റ് ഓവർ ഹെഡുകളൊക്കെ വരുന്ന മറ്റ് കോസ്റ്റുകളെ മൊത്തത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ ഹെഡ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്? നമ്മുടെ മെഷീൻസിൻ്റെ ഒക്കെ സർവീസ് നടക്കുന്ന സമയത്ത് സ്ക്രൂസ്, ഗമ്മ്, ഓയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. ഇത് ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. ഇൻഡയറക്റ്റ് ലേബർ എന്താണ്? മെയിൻ്റനൻസിന് വരുന്ന ആളുടെ കൂലി അല്ലേ, വേജ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി ക്ലീനിങ് നടത്തുന്ന ആളുടെ കൂലി നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റുകളാണ്. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ വരാം അല്ലേ, ഡിപ്രീസിയേഷൻ വരാം. ഡിപ്രീസിയേഷൻ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. യൂട്ടിലിറ്റീസ് അല്ലേ, അതിനാവശ്യമുള്ള ചെറിയ സാധനങ്ങൾ എന്ന രീതിയിൽ ചില കാര്യങ്ങൾ വരാം. അതുപോലെ നോൺ ട്രേസബിൾ ആയിട്ടുള്ള കോസ്റ്റുകളൊക്കെ ഒരുപാട് എന്ത് വരാറുണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റുകളിൽ വരാറുണ്ട്. സോ ഇത്തരം ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയാണ് നമ്മൾ ഓവർ ഹെഡുകൾ എന്ന് പറയുന്നത്. ഇനി ഓവർ ഹെഡിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, വേരിയബിൾ എന്നും ഫിക്സ്ഡ് എന്നും. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു റെലവൻറ്റ് റേഞ്ച് വരെ അത് എന്ത് ചെയ്യില്ല, മാറത്തില്ല. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ്റെ യൂണിറ്റ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു, മാറിക്കൊണ്ടേ ഇരിക്കും. സോ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും, വേരിയബിൾ ഓവർ ഹെഡും കൂടിക്കൊണ്ടേ ഇരിക്കും. എന്നാൽ ഫിക്സ്ഡ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 500 യൂണിറ്റ് വരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അടുത്ത 500 യൂണിറ്റ് കഴിഞ്ഞിട്ടേ ആ എക്സ്പെൻസിൽ എന്തെങ്കിലും മാറ്റം വരികയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഫിക്സ്ഡ് ഓവർ ഹെഡുകളാണ്. അതേസമയം ഓരോ യൂണിറ്റ് മാറും തോറും നമ്മുടെ ഓവർ ഹെഡുകൾ മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾ ഓവർ ഹെഡുകൾ എന്ന് പറയുന്നത്.